ഹായ്, ഞാൻ ഇന്ന് എടുക്കാൻ പോകുന്ന ടോപ്പിക് ഫൈൻ ട്യൂണിങ് ലാർജ് ലാംഗ്വേജ് മോഡൽ. ഇപ്പോൾ നമ്മളിപ്പോൾ ഈ ലാസ്റ്റ് ഫ്യൂ ഇയേഴ്സ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള ആഹ്, ഒരു AI ടൂളാണ് ചാറ്റ് GPT, അതുപോലെ ബേർട്ട്, ലാമ എന്ന് പറഞ്ഞിട്ടുള്ള ടൂൾസ്. അപ്പോൾ ഇതൊക്കെ ലാർജ് ലാംഗ്വേജ് മോഡൽ യൂസ് ചെയ്തിട്ടാണ് ബിൽഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ലാർജ് ലാംഗ്വേജ് മോഡൽ യൂസ് ചെയ്ത് പറഞ്ഞാൽ മെയിൻ ആയിട്ട് ഒരു മാസീവ് എമൗണ്ട് ഓഫ് ഡാറ്റാസ് യൂസ് ചെയ്ത് നമ്മളെ ഹ്യൂമൻ ടെക്സ്റ്റ് ലാംഗ്വേജസിനെ മനസ്സിലാക്കി അതിനനുസരിച്ച് ഒരു ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു മോഡലാണ് ലാർജ് ലാംഗ്വേജ് മോഡൽ. അപ്പോൾ ഇതിൽ ഇപ്പോൾ ഇന്ന കേസിൽ നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന കേസിൽ നമുക്ക് നമ്മൾ ഫേസ് ചെയ്തിട്ടുണ്ടാവും പല പ്രോബ്ലംസും. നമ്മളിപ്പോൾ ഒരു മെഡിക്കൽ ആയിട്ടുള്ള എന്തെങ്കിലും സപ്പോർട്ടിന് വേണ്ടി നമ്മൾ ചെല്ലുന്ന സമയത്ത്, അല്ലെങ്കിൽ മോർ സ്പെസിഫിക് ആയിട്ട് എന്തെങ്കിലും ചോദിക്കുന്ന സമയത്ത് നമുക്ക് കൂടുതലും അതിന് ഒരു ആൻസർ ലഭിക്കില്ല. അതുകൊണ്ട് അത് അവിടെ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ ഫൈൻ ട്യൂണിങ് എന്ന് പറഞ്ഞുള്ളൊരു ഒരു ടെക്നോളജി യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഫൈൻ ട്യൂണിങ് എന്ന് പറഞ്ഞാൽ മോർ സ്പെസിഫിക് ആയിട്ടുള്ള ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ടിയിട്ട്, ഇപ്പോൾ ഈവൻ ഒരു കസ്റ്റമർ സപ്പോർട്ട് ഏജന്റ് ആണെങ്കിൽ ഇപ്പോൾ നമുക്കിപ്പോൾ അതിന് സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് മാത്രം അത് ആൻസർ ചെയ്താൽ മതി. അപ്പം അങ്ങനത്തെ സിറ്റുവേഷനിലാണ് ഫൈൻ ട്യൂണിങ് യൂസ് ചെയ്യുക. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ ഫൈൻ ട്യൂണിങ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഇപ്പോൾ ഓൾറെഡി നമുക്കിപ്പോൾ ചാറ്റ് GPT ഒക്കെ ഉണ്ടല്ലോ, എന്നിട്ട് എന്തിനാ നമ്മളത് യൂസ് ചെയ്യുന്നത് പറഞ്ഞാൽ, ഇപ്പോൾ ഈവൻ ഫൈൻ ട്യൂണിങ് എന്ന് പറഞ്ഞാൽ ഒരു പ്രീ ട്രെയിൻഡ് ആയിട്ടുള്ള ഡാറ്റ ആണ്. അപ്പോൾ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് തന്നെ മെയിനായിട്ട് അതിൻ്റെ ടാസ്ക് സ്പെസിഫിക് ആയിട്ടുള്ള പെർഫോമൻസ് അത് കാഴ്ചവെക്കും. അതുകൊണ്ട് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ സ്പാം ഇമെയിൽസിൻ്റെ കേസിൽ സമ്മറൈസ് ചെയ്തിട്ട് റിസർച്ച് ചെയ്യുന്ന കേസിൽ, അപ്പോൾ ട്രാൻസ്ലേറ്റ് മെഡിക്കൽ ടേംസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് മോർ അക്യുറേറ്റ് ആയിട്ട് അത് ടാസ്കിനെ സോൾവ് ചെയ്യും. അതാണ് മെയിനായിട്ട് ടാസ്ക് സ്പെസിഫിക് ആയിട്ടുള്ള പെർഫോമൻസ് കാഴ്ചവെക്കും. ഇപ്പോൾ ഡൊമൈൻ അഡോപ്ഷൻ എന്ന് പറഞ്ഞാൽ പ്രീ ട്രെയിൻഡ് ആയിട്ടുള്ള മോഡൽസിനെ സ്ട്രഗിൾ വിത്ത് ദ ടെക്നിക്കൽ ജംഗിൾ. ബട്ട് ഫൈൻ ട്യൂണിങ് എന്ന് പറഞ്ഞ കേസിൽ ഫിനാൻസിലും ലോ അതുപോലെ ഹെൽത്ത് കെയർ ഡാറ്റ സെറ്റിൽ അത് എക്സ്പേർട്ട് ആയിരിക്കും. മോർ ദോസ് സ്പെസിഫൈഡ് ആയതുകൊണ്ട് തന്നെ അത് മോർ എക്സ്പെർട്ട് ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് ഒരു ഡൊമൈനിൽ ഫോക്കസ് ചെയ്തിട്ടുണ്ട് നമുക്ക് അതിന് ആൻസർ ലഭിക്കാൻ വളരെ എളുപ്പമാണ്. പിന്നെ കസ്റ്റമൈസേഷൻ ആണ്. ഇപ്പോൾ ഒരു കമ്പനി ഓരോ പ്രൊഡക്റ്റിനും ഓരോ സ്പെസിഫിക് ആയിട്ട്, ഇപ്പോൾ ഒരു കമ്പനീൻ്റെ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മളിപ്പോൾ ഓൾറെഡി ഉള്ള ഡാറ്റാസ് വെച്ചിട്ട്, പ്രീ ട്രെയിൻഡ് ആയിട്ടുള്ള ഡാറ്റാസ് വെച്ചിട്ടാണ് നമ്മൾ ഓൾറെഡി ഉള്ള മോഡല് വെച്ചിട്ട് അതിന് നമ്മൾ പ്രീ ട്രെയിൻ ചെയ്യുക. അതുപോലെ സ്പെസിഫിക് ആയിട്ട് ടോണ്, അതുപോലെ റൂൾസ്, അങ്ങനെ റൈറ്റിംഗ് സ്റ്റൈല് അങ്ങനത്തെ ഒക്കെ ആലോചിച്ച് ചെയ്ത് പേഴ്സണലൈസ് ചെയ്തിട്ടുള്ള ഒരു രീതിയാണ് കസ്റ്റമൈസ് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ കോസ്റ്റ് എഫക്റ്റീവ് ആണ് മെയിനായിട്ട്. ഇപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മളിപ്പോൾ ഒരു ഫ്രം സ്ക്രാച്ചിൽ നിന്ന് ഒരു LLM മോഡൽ ബിൽഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു ഹ്യൂജ് എമൗണ്ട് തന്നെ അതിൻ്റെ ട്രെയിനിങ് പീരീഡിൽ നമുക്ക് ആവശ്യമുണ്ട്. പക്ഷേ ഈ കേസിൽ നമുക്ക് പ്രീ ട്രെയിൻ ചെയ്താൽ മതി. അപ്പം ഇത് മോർ ചീപ്പ് ആയിരിക്കും, ആൻഡ് ഓൾസോ ഇത് ഫാസ്റ്റർ ആയിരിക്കും. ഇതിൻ്റെ മെത്തേഡ്സ് ഓഫ് ഫൈൻ ട്യൂണിങ് എന്ന് പറഞ്ഞാൽ ഫുൾ ഫൈൻ ട്യൂണിങ് എന്ന് പറയുന്നുണ്ട്. അത് അപ്ഡേറ്റ് ഓൾ മോഡൽ പാരാമീറ്റേഴ്സ്, എല്ലാ പാരാമീറ്റേഴ്സിലും ഒരു സെയിം പീരീഡിൽ തന്നെ അപ്ഡേറ്റ് ചെയ്യുന്നൊരു ഇത്. അതുപോലെ തന്നെ ബെസ്റ്റ് അക്യുറസി ആൻഡ് വെരി എക്സ്പെൻസീവ് ആയിട്ടുള്ള, ഇപ്പം എക്സ്പെൻസീവ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ GPUസിൻ്റെ കേസിലും TPUസിൻ്റെ കേസിലൊക്കെ ആയിട്ട് വരുമ്പോൾ കുറച്ച് എക്സ്പെൻസീവ് ആയിട്ട് വരും. ഇപ്പം നമുക്ക് എല്ലാ പോർഷനും നമുക്ക് ട്രെയിൻ ചെയ്യേണ്ട ആവശ്യം വരില്ല. അപ്പോൾ സ്മോൾ മോഡൽ ഓഫ് പോർഷൻ മാത്രം നമുക്ക് അതിൻ്റെ ടോപ്പാക്കിയിട്ട് നമുക്ക് അതിനെ ട്രെയിൻ ചെയ്താൽ മതി. അതാണ് ഫൈൻ ട്യൂണിങ്ങിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. ഇപ്പോൾ റിയൽ വേൾഡ് ആപ്ലിക്കേഷനെ കുറിച്ച് നമ്മൾ സംസാരിക്കാം. അപ്പോൾ കസ്റ്റം സപ്പോർട്ട് ബോട്ട് ആണെങ്കിൽ ഇപ്പോൾ ഫൈൻ ട്യൂണിങ് ഇതിലുണ്ട്. അപ്പോൾ ഫാക്യൂസിലൊക്കെ കൂടുതലായിട്ട് യൂസ് ചെയ്യും. അതുപോലെ തന്നെ ഹെൽത്ത് കെയറിൻ്റെ കേസിൽ
മെഡിക്കൽ ഡയഗ്നോസിസ്, അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാനും, അതുപോലെ മെഡിക്കൽ ജേണൽസ് ഒക്കെ റെഡിയാക്കാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യും. അതുപോലെ ലീഗൽ ടെക്നോളജീസിൽ ഇപ്പോ സമ്മറൈസിങ് കോൺട്രാക്ട്സ്, അതുപോലെ എക്സ്ട്രാക്റ്റിംഗ് ക്ലോസസ്, അതൊക്കെ നമ്മൾ ഇത് വെച്ചിട്ടാണ് യൂസ് ചെയ്യുക. അതുപോലെ തന്നെ ഫിനാൻസിന്റെ കേസിലാകുമ്പോൾ പ്രെഡിക്റ്റിംഗ് മാർക്കറ്റിംഗ്, അതുപോലെ സെന്റിമെന്റ് ഫ്രം ദിസ് ഫിനാൻഷ്യൽ റിപ്പോർട്ട്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഇത് വെച്ചിട്ടാണ് യൂസ് ചെയ്യുക. അപ്പോൾ ഇതിന്റെ ചലഞ്ചസ് എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ഡാറ്റ ക്വാളിറ്റിയാണ്. അപ്പോൾ നമുക്ക് നോയ്സി ഇല്ലാത്തൊരു ഹാർംഫുൾ അല്ലാത്ത നോയ്സി ആയിട്ടുള്ള ഡാറ്റാസ് കിട്ടിയാൽ നമുക്ക് ഒരു പെർഫോമൻസിനെ ബാധിക്കും. അതുപോലെ കമ്പ്യൂട്ടേഷണൽ കോസ്റ്റ് എന്ന് പറഞ്ഞ സംഭവം എന്താ വെച്ചാൽ ഇതിന് മെയിനായിട്ട് ഫൈൻ ട്യൂണിങ്ങിന് ലാർജ് ലാംഗ്വേജ് മോഡൽ വേണം. അപ്പോൾ ഇതിന്റെ GPUs അതിന് റിക്വയർഡ് ആണ്. ഇത് കുറച്ച് കോസ്റ്റ് എഫക്റ്റീവ് ആണ്. അതുപോലെ തന്നെ ഓവർ ഫിറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മെമ്മറൈസ് ചെയ്ത സ്മോൾ ഡാറ്റാസ് അപ്പോൾ ഇൻസ്റ്റെഡ് ഓഫ് ജനറേറ്റ് ചെയ്യുന്ന സമയത്ത് ഓവർ ഫിറ്റിംഗ് സംഭവിക്കാം. അതുപോലെ തന്നെ ഇപ്പോൾ എത്തിക്സും ആൻഡ് സേഫ്റ്റി ഹൈ റിസ്ക് ആണ് ജനറേറ്റിംഗ് ബേസ്ഡ് ഓൺ ഹാർംഫുൾ കണ്ടന്റ് ആയിട്ട് വരുന്ന സമയത്ത്. ഓക്കെ, അപ്പോൾ ടു കൺക്ലൂഡ്, ഫൈൻ ട്യൂണിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ബ്രിഡ്ജ് ബിറ്റ്വീൻ ദ ജനറൽ പർപ്പസ് AI ആൻഡ് ടാസ്ക് സ്പെസിഫിക് ആയിട്ടുള്ള ഇന്റലിജൻസ് വെച്ച് നോക്കുമ്പോൾ. അപ്പോൾ അതുപോലെ തന്നെ ഇത് കൂടുതലും അഡാപ്റ്റ് ചെയ്യുന്ന പവർഫുൾ ആയിട്ടുള്ള മോഡൽസിനെ ലൈക്ക് GPT, BERT സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള നീഡ്സിന് വേണ്ടിയിട്ട് മെഡിസിൻസ്, ലോ, ബിസിനസ് ആൻഡ് മോർ. സ്റ്റാർട്ടിങ് ദ സ്ക്രാച്ച്, നമ്മൾ സ്ക്രാച്ചിൽ നിന്ന് തുടങ്ങാതെ തന്നെ പ്രീ ട്രെയിൻഡ് ആയിട്ടുള്ള മോഡൽസിനെ വെച്ചിട്ട് ചെയ്യാൻ നമുക്ക് സാധിക്കും. അപ്പോൾ അത് കോസ്റ്റ് എഫക്റ്റീവ് ആണ്. ഓക്കെ, താങ്ക് യു.